ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ യമുനയെ കാണാത്തത് കൊണ്ട് തന്നെ യമുനയെ അന്വേഷിച്ചിറങ്ങിയതായിരിക്കും ഗംഗയും കാവേരിയും നിവിനൊക്കെ. അവരങ്ങനെ ജയബാലന്റെ ആ ഒരു ഫാം ഹൗസ് ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് വരുന്ന സമയത്തായിരിക്കും വിശാലിനെയും കൂട്ടുകാരെയും കാണുന്നത്. അവരുടെ പ്രിയപ്പെട്ട അനിയത്തി യമുനയെ എവിടെയെങ്കിലും വെച്ച് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടെ തന്നെ അവരകത്തേക്ക് കയറി ചെന്നു. എവിടെയാടാ യമുനയുള്ളത്? വിനീത് ദേഷ്യപ്പെട്ട് വിശാലിന്റെ കുത്തിനങ്ങ് കയറി പിടിച്ചുകൊണ്ട് ചോദിച്ചു. കാറിൽ നിന്നും ഇറങ്ങിയ നിവിൻ വിശാലിന്റെ നേരെങ്ങ് ചെന്നങ്ങ് ഗർജിക്കാണ്. വിശാൽ പരുങ്ങി അവന്റെ ചുണ്ടുകൾ വിരിച്ചു. യമുനയോ? അവൾ എവിടെയൊന്നുമില്ല. അവൻ വാക്ക് കിട്ടാതെ ഇങ്ങനെ തപ്പി തടഞ്ഞു. അവന്റെ കള്ളത്തരം വിനീതിന്റെ കണ്ണുകളിൽ നിന്നും മറച്ചു വെക്കാനൊന്നും കഴിഞ്ഞില്ല. അവനിപ്പോ സത്യം പറയില്ല നിവിൻ, നമുക്ക് അകത്തേക്ക് കയറി നോക്കാം, വിനീത് പറഞ്ഞു. ഗംഗയും കാവേരിയും ഹൃദയമിടിപ്പോടുകൂടെ ഫാം ഹൗസിന്റെ വലിയ ആ ഒരു മരവാതിലങ്ങ് തള്ളി തുറന്ന് അകത്തേക്ക് കയറി. വിശാൽ അവരെ തടയാൻ ശ്രമിച്ചുവെങ്കിലും നിവിൻ അങ്ങനെ പിടിച്ചങ്ങ് തള്ളി മാറ്റി. ഇരുൾ വീണ വലിയൊരു ഹാളിലേക്ക് അവർ കയറിയത്. വായുസഞ്ചാരമില്ലാത്ത ആ മുറിയിൽ പഴയ സാധനങ്ങളുടെയും പൊടിയുടെയും ഒക്കെ രൂക്ഷഗന്ധമുണ്ടായിരുന്നു. യമുനെ, മോളെ, കാവേരി തൊണ്ടേറടി കൊണ്ട് വിളിച്ചു. ഗംഗ ഓരോ മുറികളിലും ഓടിക്കയറി നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് വിനീതിന്റെ ശ്രദ്ധ ആ ഹാളിലെ മൂലയിൽ ഒരു പഴയ മരസഞ്ചിയിലേക്ക് പോയത്. ആ ഒരു മരത്തിന്റെ ആ ഒരു ബെഞ്ചിന്റെ അകത്തേക്ക് കുറെ പഴയ ചാക്കുകളൊക്കെ കൂട്ടിയിട്ടിട്ടായിരുന്നു. എന്നാൽ ആ ചാക്കുകൾക്കിടയിൽ നിന്നും ഒരു നേരത്തെ ഞെരുക്കം കേൾക്കുന്നത് പോലെ അവന് തോന്നി. സംശയത്തോടെ വിനീത് അങ്ങോട്ടേക്ക് നടന്നു. പിന്നാലെ നിവിനും. നിവിൻ വേഗത്തിൽ തന്നെ ആ ഒരു ചാക്കുകെട്ടുകൾ ഓരോന്നോരോന്നായി വലിച്ചു മാറ്റി. പൊടിപടലങ്ങൾക്കിടയിൽ ഒട്ടും ബോധമില്ലാതെ തളർന്നു കിടക്കുന്ന യമുനയെ കണ്ടപ്പോൾ കാവേരിയും ഗംഗയും ആകങ്ങനെ ഷോക്കായി നിൽക്കാണ്. അവരുടെയൊക്കെ നെഞ്ച് തകർന്നു പോയി. എൻ്റെ ഈശ്വര! യമുനയെ! ഗംഗ അലറിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വീണു. കാവേരി അവളുടെ തല മടിയിലേക്ക് വെച്ച് വിതുമ്പി. യമുനയുടെ മുഖം വിളറി വെളുത്തിരുന്നു. ചുണ്ടുകളൊക്കെ വരണ്ടു തുടങ്ങിയിരുന്നു. ഈ കാഴ്ച കണ്ട നിവിന്റെ സിരകളിൽ രക്തം തിളച്ചു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ വാതിൽക്കൽ ഇങ്ങനെ പരിഞ്ഞു നിൽക്കുന്ന വിശാലിനെ കണ്ടത്. ഒരു നിമിഷം പോലും വൈകാതെ നിവിൻ അവന്റെ അടുത്തേക്ക് അങ്ങ് പാഞ്ഞെടുത്തു. വിശാലിന്റെ കോളറിനങ്ങ് കുത്തിനു പിടിച്ചു. സർവ്വശക്തിയും എടുത്ത് നിവിൻ അവന്റെ മുഖത്തേക്ക് ഒരൊറ്റ അടി അങ്ങ് വെച്ചു കൊടുത്തു. ഇടിയുടെ ആഘാതത്തിൽ വിശാൽ നിലത്തേക്ക് അങ്ങ് തെറിച്ചു വീണു. അത്രയും നേരം അടക്കി പിടിച്ച ദേഷ്യം മുഴുവൻ നിവിൻ അവനോടങ്ങ് തീർക്കുകയായിരുന്നു. നിലത്ത് കിടന്ന അവനെ നിവിൻ വീണ്ടും അങ്ങ് മർദ്ദിച്ചു. ഇതേ സമയം വിനീത് പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവന്ന് യമുനയുടെ മുഖത്തേക്ക് തെളിച്ചു. തണുത്ത വെള്ളം വീണപ്പോൾ അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്ന കാവേരിയും ഗംഗയും കണ്ട് അവൾ അങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. കരയാതെ മോളെ, ഞങ്ങൾ വന്നില്ലേ, ഇനി ആരും നിന്നെ ഒന്നും ചെയ്യില്ല. കാവേരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. അവളുടെ ശബ്ദമിടറുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം സ്നേഹതീരമെന്ന അവരുടെ വീട്ടിൽ കനത്തൊരു മൗനം തളം കെട്ടി നിന്നു. മുറ്റത്ത് വലിയ മാവിൻ ചുവട്ടിൽ ജയബാലനും ഭാര്യ പ്രവീണയും നിശബ്ദ. യമുനയുടെ സങ്കടം കണ്ടുകൊണ്ട് തന്നെ ജയബാലൻ പറയുന്നത്, നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു വേണ്ട ശാരദേ. യമുന ആരുടെ കൂടെ ഒളിച്ചോടി പോയതാ, അല്ലാതെ ഇത്ര നേരമായിട്ടും ഒരു പെൺകുട്ടി എവിടെ പോവാനാ? ഇത് കേട്ടതോടുകൂടി തന്നെ ശാരദയുടെ കണ്ണുകളിൽ ദേഷ്യം ആളിക്കത്തി. എന്താ ജയബാല, നിങ്ങൾക്ക് വട്ടായോ? ഒരു വിവരവുമില്ലാതെ നിങ്ങൾ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? ലൂസിയാമ്മയും അതിനൊപ്പം ചേർന്നു. അല്ല ശാരദേ, അവർ ഇന്നലെ കോളേജിലേക്ക് പോയതല്ലേ, ഇത്രയും നേരമായിട്ട് വരാത്തത് എന്തുകൊണ്ടാ? അവൾ വേറെ എവിടെയെങ്കിലും പോയി കാണുമോ? പ്രവീണയും വല്ലാതെ അസ്വസ്ഥയായി. കുടുംബത്തിന്റെ മാനം നഷ്ടപ്പെടുമെന്ന ഭയം ശാരദയെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. എങ്കിലും യമുന അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാനൊന്നും അവൾക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ ആരും അറിയാതെ വെറുതെ കാര്യങ്ങളൊന്നും ഊഹിച്ചു പറയരുത്, ശാരദ കർക്കശമായ സ്വരത്തിൽ തന്നെ പറഞ്ഞു. അവൾ അങ്ങനെ ഒളിച്ചോടി പോകുന്ന പെണ്ണല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിവിനും വിനീതും അവളെ അന്വേഷിച്ചു പോയിട്ടുണ്ട്. അവർ അവളെയും കൂട്ടിക്കൊണ്ടുവരും. ആ സംസാരം അവിടെ നിൽക്കുമ്പോഴാണ് മുറ്റത്തേക്ക് ഒരു കാറ് വേഗത്തിൽ വന്ന് നിൽക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. കാറിന്റെ ഡോർ തുറന്ന് നിവിൻ പുറത്തേക്കിറങ്ങി. അവന്റെ മുഖത്ത് ഗൗരവം കണ്ട് മുറ്റത്ത് നിന്നവരുടെ നെഞ്ചിരിപ്പ് കൂടി. തൊട്ടു പിന്നിൽ തന്നെ വിനീതും ഗംഗയും കാവേരിയും പുറത്തേക്കിറങ്ങി. ഗംഗയുടെയും കാവേരിയുടെയും നടുവിലായി തന്നെ തലയിലൂടെ ഒരു ഷോളൊക്കെ പൊതിച്ച് മുഖം മറച്ചുകൊണ്ട് തന്നെ യമുന നടന്നു വന്നു. അവളുടെ കാലുകളെല്ലാം വിറക്കുന്നുണ്ടായിരുന്നു. യമുനയെ കണ്ട ഉടനെ തന്നെ ശാരദ അലറിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് അങ്ങ് ഓടിച്ചെന്നു. അവളെ അങ്ങ് കെട്ടിപ്പിടിച്ചു. മോളെ, എവിടെയായിരുന്നോടെ നീ? ഞങ്ങളെ ഇത്രയും കാലം നാണം കെടുത്തില്ലേ നീ? ശാരദയുടെ ശബ്ദത്തിൽ സ്നേഹത്തേക്കാൾ ഉപരി സമൂഹത്തിനോടുള്ള ആ ഒരു ഭയമായിരുന്നു നേടിച്ചത്. ഷാള് പതുക്കെ തഴേക്ക് മാറ്റിയപ്പോൾ യമുനയുടെ കണ്ണുനീർ കുതിർന്ന ആ ഒരു വിളയേറിയ മുഖം എല്ലാവരും കണ്ടു. നീ എവിടെയായിരുന്നു മോളെ? ഇന്നലെ കോളേജിൽ പോയതില്ലേ നീ? ഇത്രയും നേരം എന്ത് ചെയ്യുമായിരുന്നു? ശാരദ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. ലൂസിയാമ്മയും രാധമ്മയും ചോദ്യങ്ങളിങ്ങനെ ആവർത്തിച്ചു. യമുനക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ തേങ്ങി കരയുക മാത്രം ചെയ്തു. അവളോടൊന്ന് ചോദിക്കേണ്ട ശാരദാമ്മയെ നിവിൻ ഇടപെട്ടു. എല്ലാത്തിനും ഉത്തരം പറയേണ്ട ഒരാൾ ഇവിടെയുണ്ട്. അവനിപ്പോ പറയും നടന്നത് എന്താണ് എന്ന്. നിവിൻ പറഞ്ഞത് കേട്ട് എല്ലാവരും അമ്പരപ്പോട് നോക്കി നിന്നു. പരസ്പരം എല്ലാവരും നോക്കുകയാണ്. നിവിൻ പറഞ്ഞതിന് പിന്നാലെ വിനീത് കാറിൻ്റെ അടുത്ത് നിന്ന്
നിവിൻ പറഞ്ഞതിന് പിന്നാലെ വിനീത് കാറിന്റെ അകത്തേക്ക് നടന്നു. കാറിന്റെ പിൻസീറ്റിൽ നിന്നും ഒരാളെ പിടിച്ചു വലിച്ചങ്ങ് പുറത്തേക്കിട്ടു. അത് കണ്ട് പ്രവീണയുടെയും ജയപാലിന്റെയും ഹൃദയം ഒരു നിമിഷമങ്ങ് നിലച്ചുപോയി. വിശാൽ മോനെ, പ്രവീണ നിലവിളിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി. വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ചോരയൊലിപ്പിച്ച് ഷർട്ടൊക്കെ ആകെ കീറിപ്പറിഞ്ഞ് അവശനായ നിലയിലായിരുന്നു വിശാല്. അവന് നേരെ നിൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ജയപാലന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അദ്ദേഹം വിനീതിന്റെ നേരെ വിരൽ ചൂണ്ടി. എന്താടാ നീ ഇത് ചെയ്തത്? നീ എന്തിനാ എന്റെ മകനെ തല്ലിയത്? എന്റെ മുന്നിലിട്ട് എന്റെ മകന്റെ ദേഹത്ത് കൈവെക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? വിനീത് ശാന്തനായിരുന്നു. പക്ഷേ ആ ശാന്തതയ്ക്ക് പിന്നിൽ വലിയൊരു കൊടുങ്കാറ്റുണ്ടായിരുന്നു. ഞാൻ ഇവനെ തല്ലിയത് എന്തിനാണെന്ന് അങ്കിൾ ഇവനോട് തന്നെ ചോദിക്ക്. പ്രവീണ വിശാലിന്റെ മുഖം പിടിച്ചുയർത്തി ചോദിച്ചു. എന്താ മോനെ നിനക്ക് പറ്റിയത്? നീ രാഗിണിയെ കാണാൻ ബാംഗ്ലൂരിലേക്ക് പോയതല്ലേ? പിന്നെ എങ്ങനെയാ ഇവരുടെ കൂടെ വന്നത്? നിന്റെ ദേഹത്ത് മുഴുവൻ മുറിവുകളാണല്ലോ. ലൂസിയാമ്മ പെട്ടെന്ന് ചോദിച്ചു. ഓ, അപ്പോ ഇവന്റെ കൂടെയാണോ യമുന ഒളിച്ചോടി പോയത്? രാത്രി മുഴുവൻ ഇവർ ഒരുമിച്ചായിരുന്നോ? ആ ചോദ്യം കേട്ട് കാവേരിയും ഗംഗയും കോപത്തോടു കൂടെ ലൂസിയാമ്മയെ നോക്കി. ജയബാലനുമാകെ അസ്വസ്ഥനായി. ഇവൻ എന്തിനാ നിന്റെ കൂടെ വന്നതെന്ന് നീ ചോദിച്ചില്ലേ ഞങ്ങളെ? നിവിൻ സംസാരിച്ചു തുടങ്ങി. നിങ്ങളുടെ ഈ ഒരു മകൻ യമുനയെ ബലം പ്രയോഗിച്ച് പിടിച്ചു കൊണ്ടുപോയി നിങ്ങളുടെ ഫാം ഹൗസിൽ അടച്ചു പൂട്ടിയിരിക്കുകയായിരുന്നു. ആ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് അവിടെ നിന്നവരുടെയൊക്കെ കാതിൽ പതിച്ചത്. പ്രവീണ ഞെട്ടലോടുകൂടെ രണ്ടടി പിന്നിലേക്ക് മാറി. ജയപാലിന് സ്വന്തം ചെവികളെ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ നിവിൻ നീ പറയുന്നത്? അവൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പ്രവീണ വിറയലോടെ ചോദിച്ചു. അത് യമുന തന്നെ പറയട്ടെ എന്ന് വിനീത് പറഞ്ഞു. എല്ലാവരുടെയും കണ്ണുകൾ നേരെ യമുനയ്ക്ക് നേരെ നീണ്ടു. അവൾ കാവേരിയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് വിതുമ്പലോടെ പറഞ്ഞു. ചേച്ചി, ഞാൻ ആരുടെയും കൂടെ ഒളിച്ചോടിപ്പോയതൊന്നല്ല. കോളേജ് കഴിഞ്ഞു വരുമ്പോൾ വിശാൽ എന്നെ തട്ടിക്കൊണ്ടുപോയതാ. എന്നെ അവിടെ കൊണ്ടുപോയി തല്ലി ഒരു മുറിയിലിട്ട് പൂട്ടി. അവൾക്ക് പിന്നീട് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇതെല്ലാം കേട്ടപ്പോൾ ശാരദയുടെ നിയന്ത്രണം വിട്ടു. എന്ത് കള്ളമാടി നീ ഈ പറയുന്നത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് യമുനെ അടിക്കാൻ വേണ്ടി ശാരദ കയ്യോങ്ങാൻ നോക്കി. എന്നാൽ ഗംഗയും വിനീതും ചേർന്ന് അവരെ തടഞ്ഞു നിർത്തി. എന്തിനാ ശാരദാമ്മേ അവളെ തല്ലുന്നത്? കാവേരി ദേഷ്യത്തോട് ചോദിച്ചു. ഇവൻ ചതിച്ചു കൊണ്ടുപോയതാണെന്ന് അവൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇവനെ അടിക്കുന്നതിന് പകരം ആ പാവത്തിനെ എന്തിനെങ്ങനെ അടിച്ചു കൊല്ലുന്നത്? നിവിൻ ജയപാലനെ നോക്കി പറഞ്ഞു. ഇവനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം മകളെ. അതിനാണ് ഞങ്ങൾ ഇവനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ജയബാലൻ ഒരു മരപ്പലക പോലെ അങ്ങ് തറഞ്ഞു നീക്കുമായിരുന്നു. തന്റെ മകൻ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തു എന്ന് ജയബാലിന് സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമായിരുന്നു. അദ്ദേഹം പതുക്കെ വിശാലിന്റെ അടുത്തേക്ക് നടന്നു. അവന്റെ കോളറിനങ്ങ് കുത്തിനു പിടിച്ചു. എന്തിനാടാ നീ ഈ ക്രൂരത ചെയ്തത്? ഞങ്ങളുടെ മുഖത്ത് കരി വാരി തേക്കാൻ വേണ്ടി തന്നെയാണോ? ജയബാലിന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. പ്രവീണ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. ഇവന് ആരും ഒന്നും ചെയ്യണ്ട, ജയബാലൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. തെറ്റ് ചെയ്തത് എന്റെ മകനാണെങ്കിലും അവനുള്ള ശിക്ഷ ഞാൻ തന്നെ നൽകും. ഇവനെ അകത്തേക്ക് കൊണ്ടുപോ. സ്നേഹതീരത്തിലെ വലിയ ഹാളിലേക്ക് വിശാലിനെ വലിച്ചു പിടിച്ച് ജയബാലൻ കയറി. പിന്നാലെ നിവിനും കാവേരിയും മറ്റുള്ളവരെല്ലാം തന്നെ ഹാളിൽ സോഫയിൽ കനത്ത ടെൻഷനോടുകൂടി അവിടെ രാജേശ്വരിയും ഇരിക്കുന്നുണ്ടായിരുന്നു. നിവിന്റെ അമ്മയാണ് രാജേശ്വരി. തന്റെ മകനെയും മറ്റുള്ളവരെയും ഒപ്പം രക്തം ഒലിപ്പിച്ചു നിൽക്കുന്ന തന്റെ സഹോദരന്റെ മകൻ വിശാലിനെയും കൂടെ കണ്ടപ്പോൾ രാജേശ്വരി ആകെ ഞെട്ടി എഴുന്നേറ്റു. അയ്യോ വിശാലെ, നിനക്ക് എന്താ പറ്റിയത്? ആരാ നിന്നെ ഈ ഒരു കോലത്തിലാക്കിയത്? രാജേശ്വരി ഓടി വന്ന് ചോദിച്ചു. എന്റെ മകനാ രാജി ഇവനെ ഈ കോലത്തിലാക്കിയത്. നിന്റെ മകനാ രാജി ഇവനെ ഈ കോലത്തിലാക്കിയത്, പ്രവീണ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നിവിനോ? അവൻ എന്തിനാ ഇങ്ങനെ ഇവനെ തല്ലിയത്? രാജേശ്വരിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ജയബാലൻ രാജേശ്വരിക്ക് നേരെ തിരിഞ്ഞു. ഇവൻ ചെയ്ത പണി എന്താണെന്ന് നീ അറിഞ്ഞോ രാജി? അവൻ ആ യമുനയെ തട്ടിക്കൊണ്ടുപോയി ഫാം ഹൗസിൽ പൂട്ടിയിട്ടു. എന്നിട്ട് ബാംഗ്ലൂരിൽ പോയി എന്നൊക്കെ നമ്മളോട് കള്ളം പറഞ്ഞു. രാജേശ്വരി നെഞ്ചിലങ്ങ് കൈവച്ചു പോയി. എന്താ വിശാലെ നീ ചെയ്തത്? നീ എന്തിനാ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്? വിശാല് തലയുയർത്തി. അവന്റെ കണ്ണുകളിൽ ഭയത്തിന് പകരം ഇപ്പോൾ വല്ലാത്തൊരു പകയും ദേഷ്യവുമാണ് നിഴലിച്ചത്. അവൻ നിവിനെയും കാവേരിയെയും മാറി മാറി നോക്കി. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? വിശാൽ പല്ലിറുമി. നിങ്ങൾ എല്ലാവരും കൂടി രാഗിണി ചേച്ചിയും നിവിൻ ചേട്ടനെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചതല്ലേ? എന്റെ ചേച്ചിക്ക് ആന്റിയുടെ മകനെ തന്നെ വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ റോഡിൽ വെച്ച് കണ്ടു. എല്ലാവരും ശ്വാസം മടക്കി പിടിച്ചു നിന്നു. നിവിൻ ചേട്ടൻ ആ കാവേരിയോട് ഐ ലവ് യു എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടതാ, വിശാല് ഉറക്കെ പറഞ്ഞു. ആ വാക്കുകൾ വീണപ്പോൾ ഹാളിൽ വീണ്ടും വലിയൊരു നിശബ്ദത പരന്നു. രാജേശ്വരി ഞെട്ടലോടുകൂടി നിവിനെ നോക്കി. കാവേരി തല താഴ്ത്തി നിന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. എന്റെ ചേച്ചി ഇവൻ ചതിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഈ കുടുംബത്തിനോട് എനിക്ക് നേരത്തെ തന്നെ വെറുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഈ കുടുംബത്തെ നാണം കെടുത്തി ഇല്ലാതാക്കാന്. ഇവിടെ മാനം പോയാൽ പിന്നെ നിവിൻ ചേട്ടൻ കാവേരിയെ കല്യാണം കഴിക്കില്ലല്ലോ. എന്റെ ചേച്ചിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇത് ചെയ്തത്, വിശാല് കിതച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. എന്നിട്ട് നിന്റെ ചേച്ചിയെ സഹായിക്കാൻ വേണ്ടി നീ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയോടാ? രാജേശ്വരി ദേഷ്യത്തോട് ചോദിച്ചു. ജയബാലൻ ഇതെല്ലാം കേട്ടു വലിയൊരു നെടുവീർപ്പിട്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അപമാനഭാരം നിറഞ്ഞു നിന്നു. അദ്ദേഹം പതുക്കെ വിശാലിന്റെ അടുത്തേക്ക് നടന്നു. നിവിനും കാവേരിയും തമ്മിലുള്ള ആ ഒരു ബന്ധം നീ കണ്ടുവല്ലേ?
ജയബാലൻ ശാന്തമായി എന്നാ മൂർച്ചയോട് ചോദിച്ചു. അവർ രണ്ടുപേരും റോഡിൽ വെച്ച് സംസാരിക്കുന്നതും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതുമായ വീഡിയോ ഞാൻ നിന്നെ കാണിച്ചു തന്നതല്ലേടാ. പിന്നെ അവനോട് ഐ ലവ് യു പറയില്ലെന്ന് നീ വിചാരിച്ചോ? ഇത് കേട്ട് രാജേശ്വരിയും പ്രവീണയും ഒരുപോലെ ഞെട്ടി. ഏട്ടാ, നിങ്ങൾക്കിതൊക്കെ നേരത്തെ തന്നെ അറിയാമായിരുന്നോ? രാജേശ്വരി ചോദിച്ചു. അറിയാമായിരുന്നു, ജയബാലൻ പറഞ്ഞു. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ചെയ്തത്. ഇത്ര വലിയ തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. പ്രശ്നം എന്താണെങ്കിലും അവൻ എന്നോട് വന്ന് പറയേണ്ടതാണ്. അതിനു പകരം ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിടുകയാണോ വേണ്ടത്? അത് എത്ര വലിയൊരു ക്രിമിനൽ കുറ്റമാണെന്ന് നിനക്കറിയാമോ? വിശാല് തല താഴ്ത്തി നിന്നു. അവന്റെ ന്യായീകരണങ്ങൾ ആ അച്ഛനു മുന്നിൽ വിലപ്പോയില്ല. പോലീസ് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവനിപ്പോൾ ജയിലിൽ കിടന്നേനെ. ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽപ്പെട്ടാ പിന്നെ പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. ജയബാലന്റെ വാക്കുകൾ പ്രവീണയുടെ നെഞ്ചിലങ്ങ് കൊണ്ടു. പ്രവീണെ, ജയബാലൻ കർക്കശമായി തന്നെ വിളിച്ചു. ഇവനെ കൊണ്ടുപോകത്തേക്ക്, എന്റെ കൺമുന്നിൽ ഇവൻ ഇനി നിൽക്കരുത്. പ്രവീണ കരഞ്ഞുകൊണ്ട് വിശാലിനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ഹാളിൽ അവശേഷിച്ചവർ വലിയൊരു കൊടുങ്കാറ്റ് ഒഴിഞ്ഞുപോയതിന്റെ ആശ്വാസത്തിലും എന്നാ ഇനി എന്ത് സംഭവിക്കുമെന്ന് ആ ഒരു ഭയത്തിലും ഇങ്ങനെ പരസ്പരം നോക്കി നിന്നു. സ്നേഹവും പ്രതികാരവും കുടുംബ ബന്ധങ്ങളും തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കം മാത്രമായിരുന്നു ആ ഒരു പകല്. എന്നാ കാവേരി ഈ ഒരു സത്യമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിശാലിനെതിരെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ശാരദയും ഗംഗയടക്കം എല്ലാവരും അതിനെ എതിർത്തു. യമുനയുടെ ഭാവി ഇനി ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കാര്യം നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യമുനയ്ക്കൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ യമുനയ്ക്ക് നീതി കിട്ടണം. വിശാൽ തന്നെ ചതിച്ചു എന്ന കാര്യം ലോകം മുഴുവൻ അറിയണം. അതൊരിക്കലും ഒരു പെൺകുട്ടിയുടെ ഭാവിയെ നശിപ്പിക്കില്ല. പകരം വിശാലിന് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണമെന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് കാവേരി ഏതായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ നോക്കി. എന്നാൽ പോലീസുകാരനാവട്ടെ ഈ ജയബാലിന്റെ ഉറ്റ കൂട്ടുകാരനായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് കേസെടുക്കുന്നില്ല എന്ന് തീരുമാനിക്കും. എന്നാൽ അവിടെയൊക്കെ ശക്തമായി തന്നെ ഇടപെടുമായിരിക്കട്ടോ ഈ കാവേരി ശക്തമായി തന്നെ നിലപാടെടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നല്ല കടുത്ത ശിക്ഷ തന്നെ വിശാലിന് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാണ്. അപ്പോൾ അതൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.